സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണത്തിൽ പൊറുതിമുട്ടുകയാണ് ജനം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു കുഞ്ഞ് മരിച്ചത്. നായ കുറുകെ ചാടി ഓട്ടോ മറിഞ്ഞാണ് അപകടമുണ്ടായത്. 11 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനാണ് ജീവൻ നഷ്ടമായത്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുമാണ്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. ശേഷം ഇന്ദുലേഖ വിവരങ്ങൾ. സ്കൂളിൻ്റെ അവിടെ നിന്ന് ഓട്ടോ സ്പീഡിൽ വരെയായിരുന്നു. ഈ ഇടവഴിയിൽ നിന്ന് പട്ടിയിലിറങ്ങി എടുത്ത് ചാടുന്ന കണ്ടിട്ട് ഈ പാർട്ടി നല്ല രീതിയിൽ ബ്രേക്കിട്ട് വണ്ടി 3-4 കാരണം മറിഞ്ഞ് ഇവിടെ വന്ന് വീണു. ആ കൊച്ച് തലയിടിച്ച് വന്ന് റോട്ടിൽ വന്ന് വീണ് അവിടെ ബ്ലഡുമായിട്ട് വന്നിട്ട് നമ്മളെ ഈ ഭാഗത്തെടുത്ത് വെച്ച് കിടത്തുമ്പോൾ തന്നെ കൊച്ചിന് തുടിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോഴേ നല്ല ബ്ലഡ് ശരീരത്തിൽ നിന്ന് ഒലിച്ച് പിന്നെ ആട്ടോ മറിഞ്ഞ് അവിടെ സൈഡിൽ കമ്പിയിൽ കിടക്കുകയായിരുന്നു. അത് പിന്നെ ആൾക്കാർ നോക്കിയെടുത്താണ് അതിനകത്തുള്ള ആൾക്കാരെയൊക്കെ പുറത്തെടുത്ത് അപ്പോഴേ തന്നെ ആട്ടോയിലും ഇതിലും ആംബുലൻസിലുമായിട്ട് ആശുപത്രി കൊണ്ട്. പട്ടി ശല്യം കാരണം കുട്ടിയുടെ ജീവന് പോലും വില കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കടയ്ക്കാവൂർ പഞ്ചായത്തിലും വക്കം പഞ്ചായത്തിലും എന്ന് വെച്ചാൽ തെരുവ് പട്ടികളുടെ ശല്യം ഭയങ്കരമായ ശല്യം കൂടുതലാണ്. നമ്മൾ പല പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും നിർത്തിവെച്ചിട്ട് പോലും ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് ഈ തെരുവ് പട്ടികൾക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയും പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റിന് യാതൊരു ആ സമയത്ത് ബുക്കിൽ എഴുതി വെക്കുന്നതല്ലാതെ പിന്നെ യാതൊരു നടപടിയായിട്ട് പഞ്ചായത്ത് ഭരണസമിതി എന്ന് യാതൊരു മുന്നൊരുക്കങ്ങളോ ഒന്നുമില്ല. ഇന്ദുലേഖയുണ്ട് വിവരങ്ങളായോ. ഇന്ദുലേഖ, ദൃശ്യങ്ങൾ തന്നെ അറിയാം, വല്ലാത്തൊരു അപകടമായി പോയി. പ്രതികരണത്തിലുണ്ട് ആ കുഞ്ഞിൻ്റെ ഒരു ചെറിയ മിടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 11 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ താങ്ങാൻ കഴിയാത്ത വിഷമമാണ്. മറ്റുള്ളവരുടെ പരിക്ക് എങ്ങനെയുണ്ട്? അവർ ഏത് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്? എന്താണ് വിവരം? ദിവിഷ്, ഏറെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. അപകടം സംഭവിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 3:30 കൂടിയാണ്. സ്കൂളിൽ PTA മീറ്റിംഗ് കഴിഞ്ഞ് കുട്ടിയെയും കുട്ടിയുടെ അമ്മയെയും കൂട്ടി പിതാവ് ജോൺ പോൾ ഓട്ടോറിക്ഷയിൽ അവിടെ നിന്ന് പോരുകയായിരുന്നു. മത്സ്യം എടുക്കാൻ പോയ ഒരു സ്ത്രീയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തീരദേശ മേഖലയാണ്. മത്സ്യമെടുക്കാൻ പോയ ഒരു പ്രായമായ സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് പോരുമ്പോഴാണ് ആ ജംഗ്ഷനിലെത്തുമ്പോൾ തൊട്ടടുത്ത ചെറിയ റോഡിൽ നിന്നും ഒരു പട്ടി ഓടി വന്ന് ഓട്ടോയ്ക്ക് കുറുകെ ചാടുന്നത്. പെട്ടെന്ന് ഇതിനെ കണ്ടപ്പോഴത്തേക്കും വെപ്രാളത്തിൽ ബ്രേക്ക് പിടിക്കാൻ ശ്രമിച്ചതാണ് ജോൺ പോൾ. അപ്പോൾ ഓട്ടോയുടെ നിയന്ത്രണം നഷ്ടമായിട്ട് തലകുത്തനെ മറിയുകയായിരുന്നു. 2-3 മലക്കം മറിഞ്ഞാണ് ഓട്ടോ വീഴുന്നത്. നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാം. ഇത് വീഴുമ്പോൾ തന്നെ കുട്ടി വിൻഡോ സൈഡിലായിരിക്കണം കുട്ടി ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. തല ഇടിച്ചാണ് വീണത്. മുഴുവൻ രക്തത്തിൽ കുളിച്ചു കിടന്ന കുട്ടീനെ ഉടനെ തന്നെ നാട്ടുകാർ എടുത്ത് പ്രഥമ ശുശ്രൂഷകളൊക്കെ നൽകാൻ ശ്രമിച്ചിരുന്നെങ്കിലും നമ്മളിപ്പോൾ കേട്ടു ആ സമീപവാസി പറഞ്ഞതുപോലെ തന്നെ ഏറെ ദാരുണമായിരുന്നു അപ്പോൾ തന്നെ കുട്ടിയുടെ അവസ്ഥ. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അമ്മ പ്രബന്ധിക്കും അച്ഛനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അമ്മയുടെ നട്ടെല്ലിനും കഴുത്തിലെ എല്ലിനും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ട്. കൈക്കും കാലിനും ഒക്കെ ഗുരുതരമായ പരിക്ക് പിതാവിനും ഏറ്റിട്ടുണ്ട്. നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നം ഈ പ്രദേശത്താകെ ഇതിന് തൊട്ടടുത്താണ് കുട്ടിയുടെ സ്കൂള്. SSPB HSS സ്കൂളാണ് കടയ്ക്കാവൂർ. നമ്മളവിടെ പോയിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചിരുന്നു. അവരെല്ലാവരും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നം തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് ഈ പ്രദേശത്ത്. ഒരുപാട് വാർഡ് മെമ്പർ അടക്കം ഇവരെല്ലാവരും അധികൃതരുടെ അടുത്തെല്ലാം സൂചിപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടികളും ആരും സ്വീകരിക്കുന്നില്ല. അതിനുവേണ്ടി ആരും പരിശ്രമിക്കുന്നില്ല. ആ സ്കൂളിൻ്റെ ഗേറ്റ് തുറന്നാൽ തന്നെ നായ്കൾ അതിനുള്ളിലേക്ക് ഇരച്ചു കയറുകയാണ്. കുട്ടികൾ കളിക്കുന്ന ഇടം അല്ലെങ്കിൽ നടന്നു പോകുന്ന ഇടം എല്ലാം നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്തും ഒരാക്രമണം ഇവരിൽ നിന്നും സ്ഥിതിയെക്കുറിച്ച് സ്കൂളിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നതോടെ കേൾക്കാം. രക്ഷിതാക്കൾക്കും നമ്മുടെ മുതിർന്നവർക്കും അത് വലിയൊരു ഭീഷണിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകുന്നത് ഏകദേശം 6-7 മാസമായി നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് അവരെ അറിയിച്ചുകൊണ്ട് പഞ്ചായത്തിലും മറ്റ് വെബ്സൈറ്റിലും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ അതിനുള്ള ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി ഇന്ദുലേഖ, മറ്റ് അധികൃതരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും കേട്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നു പഞ്ചായത്ത് അടക്കം ഒരു കാര്യങ്ങളും ഇല്ലേ പ്രതികരിക്കുന്നില്ല. അവർ ചെയ്യേണ്ട നടപടികൾ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഇപ്പം സ്കൂൾ അധികൃതരായാലും അതുപോലെ തന്നെ വാർഡിലെ മെമ്പർ ആയാലും അടക്കം പലതവണ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ കായ്ക്കരയിലേക്ക് ചെല്ലുമ്പോൾ കുട്ടിയുടെ വീട് അവിടെയാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ അമ്മമാരൊക്കെ ഏറെ ഭയത്തോടും ആശങ്കയോടും കൂടിയാണ് സംസാരിക്കുന്നത്. കൊച്ചുമക്കളെ പകൽ സമയത്ത് പുറത്തു നിർത്താൻ പേടിയാണ്. എന്തിന് വീടിനുള്ളിൽ വരെ കയറി നായ്ക്കൾ ആക്രമിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അത്തരത്തിലാണ്. മാത്രമല്ല ഇവരാരെങ്കിലും നായ്ക്കളെ പിടിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ അതിൻ്റെ പേരിൽ വേറെ പ്രശ്നമാവുകയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. നമുക്കറിയാം ആദ്യമായി ചൂണ്ടിക്കാണിക്കുന്ന വിഷയമല്ല ഇത്.